ഗായ്സ്, ഇത് നമ്മളൊരു പഴംപൊരി ഉണ്ടാക്കുന്നതാണ് വീഡിയോ. അപ്പൊ എനിക്കറിയത്തില്ല പച്ചയാണ് ഉണ്ടാക്കുന്നത്, എനിക്കറിയില്ല ഏകദേശം പൊടികളൊക്കെ ഞാനിടും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇവിടെ നമ്മൾ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. നമ്മളിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് അല്പം മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇടണം. പിന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ലൂസാക്കി അങ്ങോട്ട് എടുക്കണം. നേരെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മാവ് സെറ്റ് ആക്കാം. നമുക്ക് ഇനി മാവ് ലൂസ് ആക്കാനായിട്ടുള്ള ഐറ്റങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അല്ലേ? ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അയ്യോ മതിയേ, ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മതി. ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നമുക്ക് 2 നുള്ളി ഇട്ട് കൊടുക്കാം അല്ലേ? മതിയല്ലോ അല്ലേ? മതി. അതാണ് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് നല്ല ലൂസ് ആക്കി എടുക്കാം അല്ലേ? അത് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മളെ അരിപ്പൊടിയൊക്കെ ലൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഴംപൊരി അങ്ങോട്ട് മുക്കി എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ? അതാണ് നമ്മളെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ പാൻ അങ്ങോട്ട് ചൂടായിട്ട് വരും. നമുക്ക് ആവശ്യത്തിന് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് നമ്മുടെ പഴംപൊരി നല്ലപോലെ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കാം. അതിന് പാനൊക്കെ അങ്ങോട്ട് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചേ ഒഴിച്ചു ഇതിന് ആവശ്യത്തിന് എണ്ണ അങ്ങോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അന്നേരം നമ്മൾ 5 ഏത്തക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം നമ്മുടെ ഫസ്റ്റ് സെറ്റ് പഴംപൊരി ഇവിടെ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കോരി മാറ്റാം. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തവണയും കൂടി ഇടാനുണ്ട്. ഇനി ഒരു സൈഡ് കൂടെ നല്ലപോലെ അങ്ങോട്ട് നോക്കട്ടെ. അന്നേരം നമുക്കിനി നമ്മുടെ പഴംപൊരി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് അങ്ങോട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും രണ്ടാമത്തെ സൈഡ് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അന്നേരം രണ്ടാമത്തെ സെറ്റ് പഴംപൊരിയും മൂത്ത് വന്നിട്ടുണ്ട്. അതും നമുക്കിനി അങ്ങോട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് അവസാനത്തെ സെറ്റ് പഴംപൊരി നമുക്ക് കൊടുക്കാം. അവസാന സെറ്റ് ഏത്തക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ നമ്മൾ മൂക്കട്ടെ. ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കാം. എന്നാലും നമ്മുടെ അവസാന സെറ്റ് പഴംപൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി അങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമ്മളെ പഴംപൊരിയല്ല നല്ല കിടലിനായിട്ട് ഇവിടെ റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നല്ല നാടൻ പഴംപൊരി, കണ്ടാൽ വായിൽ വെള്ളം ഊറുന്ന നമ്മളെ നാടൻ പഴംപൊരി ഇവിടെ സെറ്റാണ്. ഇനി നമുക്ക് ഇവനെ കൂടെ കഴിക്കാം. അന്നേരം നമ്മളെ പഴംപൊരിയല്ല നല്ല കിടലിനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടെന്ന്. നമ്മുടെ പഴംപൊരി അടിപൊളിയല്ലേ? നമ്മൾ അരിപ്പൊടിക്കകത്ത് റെഡിയാക്കിയ നല്ല കിടിലൻ ടേസ്റ്റുള്ള നല്ല സൂപ്പർ പഴംപൊരി.